الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ند له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹസമ്പൂർണമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ സ്നേഹിതനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുന്ന വേളകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ ആ പരീക്ഷണങ്ങളിലൊക്കെ കൃത്യമായി വിജയം നേടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തൊരു അംഗീകാരമാണ് ഇമാമത്ത്, നേതൃത്വം എന്നത്. എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിനും സമർപ്പണത്തിനും ശേഷം ചെയ്ത ദുആകളൊക്കെ തന്നെയും അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത സമാധാനത്തിന് വേണ്ടിയുള്ള ദുആയെ അല്ലാഹു സ്വീകരിച്ചത് എങ്ങനെയാണ് എന്നും റിസ്ഖിന് വേണ്ടിയുള്ള ദുആയെ അല്ലാഹു എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നും വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ആ ദുആ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഈ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത കുറേ ദുആകൾ അല്ലാഹു വിവരിക്കുകയാണ്. ഒന്നാമതായി റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, എന്നെ നീ കീഴ്വണക്കമുള്ള ദാസനാക്കണമേ. എന്റെ സന്താനങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും നിന്നെ കീഴ്വണക്കമുണ്ടാകുന്ന, നിന്നെ കീഴ്വണങ്ങുന്ന ദാസന്മാരെ, സന്താനങ്ങളെ, തലമുറകളെ നീ ഉണ്ടാക്കണമേ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേവലം ഒരു ജീവിതം നയിച്ച് മരിക്കാനല്ല ആഗ്രഹിച്ചത്. മക്കളും തലമുറകളും ദീനിന്റെ പ്രതീകങ്ങളായി തീരണം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ ജനങ്ങൾക്ക് മാതൃകാപരമായി സമർപ്പിക്കുന്നവരാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം ദുആയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആയെ വളരെ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ ശൈഉൻ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബുൻ ഇല്ലാ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹു വ ദുആഅൽ വാലിദ്. അല്ലാഹുവിന്റെ അടുക്കൽ രണ്ട് കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും മറയുണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ യാതൊരു തരത്തിലുള്ള മറയോ തടസ്സങ്ങളോ ഉണ്ടായിരിക്കില്ല. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ ഡയറക്റ്റായിട്ട് തന്നെ അത് സ്വീകരിക്കും. അതിന്റെ പ്രയോജനങ്ങളും പ്രതിഫലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാക്കും. കിതാബുകളിൽ ഒരു ചരിത്ര സംഭവം എഴുതുന്നുണ്ട്. ഒരു അമുസ്ലിമായ അക്രമിയായ രാജാവുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളെ എപ്പോഴും ദ്രോഹിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അജണ്ടയായിരുന്നു. മുസ്ലിം പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവരെ വധിക്കുകയും അവരെ ചുട്ടുകൊല്ലുകയും ചെയ്യുക എന്ന ദാരുണമായ ശിക്ഷണ മുറകൾക്ക് അദ്ദേഹം വിധേയമാക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലും മുസ്ലിമീങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ വല്ലാതെ ദ്രോഹിച്ചത് കൊണ്ട് ധാരാളം മുസ്ലിമീങ്ങളെ അകാരണമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കൊണ്ട് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിനെയും കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഒരടുപ്പിൽ കത്തിച്ച് ചെമ്പ് വെച്ചതിൽ എണ്ണ ഒഴിച്ചു. അതിനുശേഷം ഈ രാജാവിനെ അതിലേക്ക് വലിച്ചിട്ടു. രാജാവ് തന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. എങ്കിലും അവരിൽ നിന്നൊന്നും സഹായം ലഭിക്കാതെ വന്നപ്പോ രാജാവ് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ പറഞ്ഞു. നമുക്കറിയാം പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ എത്ര നിഷ്കളങ്കമായിട്ടായിരിക്കും അദ്ദേഹം ആ കലിമ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അദ്ദേഹം ആവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ശക്തമായ മഴ വന്നു, തീ കെട്ടുപോയി, ആ ചെമ്പിന്റെ ചൂട് തണുത്തുപോയി. ഒരു ശക്തമായ കാറ്റ് വന്നു, അദ്ദേഹത്തെയും കൂട്ടി ആ ചെമ്പ് പറന്ന് കാഫിരീങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ടു. കാഫിരീങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി. ഒരു ചെമ്പിന്റെ അകത്തുള്ള മനുഷ്യനെയാണ് അവർ കാണുന്നത്. രാജാവ് നടന്ന സംഭവമൊക്കെ അവരെ വിവരിച്ചു കേൾപ്പിച്ചപ്പോ ആ കാഫിരീങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു അതിൽ നിന്ന് പ്രയോജനം നൽകാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള മറയോ തടസ്സമോ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആക്ക് യാതൊരു മറയും ഉണ്ടായിരിക്കില്ല. അല്ലാഹു ആ ദുആയെ വളരെ കൃത്യമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലമുറകൾക്ക് വേണ്ടി ചെയ്ത ദുആയെ അല്ലാഹു അങ്ങനെ തന്നെ സ്വീകരിക്കുകയുണ്ടായി. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. അല്ലാഹുവേ, എന്നെ നീ അനുസരണയുള്ള ദാസന്മാരിൽ പെടുത്തേണമേ. ومن ذريتنا أمة مسلمة لك. നിന്നെ കീഴ്വണങ്ങുന്ന, നിന്നെ അനുസരിക്കുന്ന ദാസന്മാരെ എന്റെ തലമുറകളിൽ നിന്നും നീ ഉണ്ടാക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 3 ആൺമക്കളെ പ്രദാനം ചെയ്യുകയുണ്ടായി. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിൽ അലൈഹിസ്സലാം അനുസരണയുള്ള കുട്ടിയായിരുന്നു, പ്രവാചകനായിരുന്നു.
ആ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ തലമുറയിൽ നിന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാകുന്നത്. രണ്ടാമത്തെ മകനായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഒരു പ്രവാചകനായി. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് അലൈഹിസ്സലാം. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ യൂസുഫ് ഉൾപ്പെടുന്ന 12 സന്താനങ്ങൾ, അവര് വലിയ ഗോത്രക്കാരായി, വലിയ കുടുംബക്കാരായി. അവരെയാണ് ചരിത്രത്തിൽ ബനൂ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ മഹാത്മ്യമുണ്ടായിരുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ബനൂ ഇസ്രായേൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ ബനീ ഇസ്രായീല ദുഖൂറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. നിങ്ങൾക്ക് ലോകത്തിൽ നാം മഹത്വവും ശ്രേഷ്ഠതയും നൽകിയെന്ന് ബനൂ ഇസ്രായേലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അടുത്തൊരു മകനായിരുന്നു മദിയാൻ. ആ മകന്റെ ഒരു പ്രദേശത്ത് പോയി താമസിച്ചു. മദിയൻ എന്ന ആ പ്രദേശത്തിന് പേരായി. ആ മദിയനിലേക്കാണ് ശുഐബ് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയുക്തനാക്കപ്പെടുന്നത്. ആ മദിയനിലാണ് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഖിദ്മത്തിനു വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം 10 വർഷം താമസിച്ചത്. ഇങ്ങനെ 3 മക്കളിൽ നിന്ന് ധാരാളം തലമുറകളുണ്ടായി. ഈ തലമുറകളിലാണ് പിന്നീട് വന്ന മുഴുവൻ പ്രവാചകന്മാരും വന്നത്. എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും പരിചയമുള്ള 4 വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത്, സബൂർ, ഇൻജീൽ, വിശുദ്ധ ഖുർആൻ, ഈ 4 വേദഗ്രന്ഥങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തലമുറകളിൽപ്പെട്ട പ്രവാചകന്മാർക്കാണ് അല്ലാഹു പ്രദാനം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തലമുറകളിൽ നിന്നുള്ളവരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, ത്യാഗത്തിനും സമർപ്പണത്തിനും ശേഷം ചെയ്ത ദുആ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അല്ലാഹു നിലനിർത്തുകയുണ്ടായി. ومن ذريتنا أمة مسلمة لك وأرنا مناسكنا. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടുത്ത ചെയ്ത ദുആയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നീ പഠിപ്പിച്ചു തരണമേ. മനാസിക് എന്നതിന് ഹജ്ജ് എന്നും അർത്ഥമുണ്ട്. ഹജ്ജിന്റെ അമലുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. അപ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹാജിമാര് പരിശുദ്ധമായ സ്ഥലങ്ങളിൽ സംഗമിച്ചിരിക്കുന്ന സന്ദർഭമാണ്. അറഫ കഴിഞ്ഞ്, മുസ്ദലിഫ കഴിഞ്ഞ്, ജംറത്തുൽ അഖബയിൽ ഇറങ്ങിട്ട് അവര് തവാഫ് സിയാറത്തിന് വേണ്ടി വിശുദ്ധ കഅബയുടെ ഓരങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേളയാണ്. ഈ സമുദായത്തിന് വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ഹജ്ജിന്റെ അമലുകൾ വളരെ കൃത്യമായി, വളരെ ക്രമപ്രകാരം വിവരിക്കുകയാണ്. അല്ലാഹു പറയാണ്, ഫദ്ഖുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്. ഫദ്ഖുറുല്ലാഹ ഫീ മശ്അരിൽ ഹറം فاذكروه كما هداكم من قبله وإن كنتم لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم
من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم مما كسبوا وأولئك لهم نصيب مما كسبوا والله سريع الحساب فاذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى فاتقوا الله واعلموا أنكم إليه تحشرون. വളരെ കൃത്യമായി ക്രമപ്രകാരം ഹജ്ജിന്റെ അമലുകൾ അല്ലാഹു വിവരിക്കുകയാണ്. അല്ലാഹു പറയാണ് فإذا فرغتم من عرفات അറഫയിൽ നിന്ന് നിങ്ങൾ മടങ്ങി കഴിഞ്ഞാൽ فاذكروا الله عند المشعر الحرام മുസ്ദലിഫയിൽ മശ്അറുൽ ഹറാമിൽ വെച്ച് അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. ആര്യമാരിൽ തന്നെ അറഫയിൽ നിന്നു. ഇന്നലെ അത് കഴിഞ്ഞ് രാത്രി മുസ്ദലിഫയിൽ പാർത്തു. അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ അഖബയിൽ വന്നവർ എറിഞ്ഞു. അതോടുകൂടി ലബ്ബൈക്ക് കഴിഞ്ഞു. പിന്നെ തക്ബീറിന്റെ മന്ത്രധ്വനികളായി. واذكروا الله في مشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. അല്ലാഹു നിങ്ങൾക്ക് ശരിയായ മാർഗദർശനം നൽകിയതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ പ്രമാണിമാര് അറഫയിൽ നിൽക്കില്ല, അവര് മുസ്ദലിഫയിൽ വന്ന് രാവാണ്. അല്ലാഹു പറയാണ്, ثم أفيضوا من حيث أفاض الناس. ജനങ്ങളെല്ലാവരും സമ്മേളിക്കുന്ന അറഫ സംഗമത്തിൽ നിന്നതിന് ശേഷമായിരിക്കണം നിങ്ങൾ മുസ്ദലിഫയിലേക്ക് വരേണ്ടുന്നത്. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. അല്ലാഹു വളരെ കൂടുതൽ പൊറുക്കുന്നവനാണ്. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് കുടുംബത്തിന്റെ പോലീസ പറയുന്ന പോലെ, പൂർവികന്മാരെ പ്രകീർത്തിച്ചു പറയുന്ന പോലെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. ജനങ്ങളിൽ ഒരു ചിലരുണ്ട് ദുന്യവിയായ നന്മകൾ ചോദിക്കുന്നവർ. സുഹൃതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം, ഹജ്ജിന്റെ അമലുകൾ പ്രവർത്തിച്ചതിന് ശേഷം ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പടച്ചോനെ എന്റെ മകന് നല്ല ഡിഗ്രി കൊടുക്കുന്നു, നല്ല മാർക്കോടുകൂടി പാസ്സാക്കണം. ومن الناس من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ജനങ്ങളിൽ നിന്ന് മറ്റു ചിലരുണ്ട്, പടച്ചവനെ ഞങ്ങൾക്ക് ദുന്യവിയായ നന്മ നൽകണമേ, ആഖിറത്തിന്റെ നന്മയും നൽകണമേ, നരകീയ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവർക്കാണ് അവർ സമ്പാദിച്ചതിന്റെ ഓഹരിയുള്ളത്. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു പൊടുന്നനെ വിചാരണ ചെയ്യുന്നവനാകുന്നു. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജിന്റെ 11, 12, 13 എന്താ അമല ചെയ്യേണ്ടത്? വദുകുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്.
നിങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിനെ പ്രകീർത്തിക്കണം തക്ബീറിന്റെ മന്ത്രധ്വനി കൊണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം അയ്യാമത്തെ തശ്രീഖിന്റെ ദിനങ്ങളാണ്. മിനായിൽ കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കണം, ജംറകളിൽ പോയി കല്ലെറിയണം. فمن تعجل في يومين فلا إثم عليه. ആരെങ്കിലും ദുൽഹജ്ജിന്റെ 11ഉം 12ഉം മിനായിൽ താമസിച്ചിട്ട് അവരുടെ റൂമുകളിലേക്ക്, അവരുടെ താമസ സങ്കേതങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ യാതൊരു കുഴപ്പമില്ല. ومن تأخر فلا إثم عليه لمن اتقى. ആരെങ്കിലും ദുൽഹജ്ജ് 13 കൂടി മിനായിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അയാൾക്കും യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ അറിയണം, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിങ്കലേക്കാണ് മടങ്ങി ചെല്ലേണ്ടുന്നത്. ദുൽഹജ്ജ് 13 കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജിന്റെ അമലുകളായിട്ട് അവർക്കുള്ളത് വദാഇന്റെ തവാഫുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു തരണമേ. വഅരിനാ മനാസികനാ വതുബ് അലൈനാ. അല്ലാഹുവേ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം. തീർച്ചയായും നീ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, വളരെ കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ഒരു ദുആയുണ്ട്, ഒരു ഭയങ്കര ദുആയാണ്. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മുന്നിലുള്ള ജനങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന് ശരിയായ ഉത്ബോധനം കിട്ടണം, അവരെ ശരിയായ സൽപന്താവിലേക്ക് ആനയിക്കപ്പെടണം. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആയിരക്കുന്നു, റബ്ബനാ വബ്ഇദ് ഫീഹിം. അല്ലാഹുവേ ഇവരിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കണമേ. യത്ലൂ അലൈഹിം ആയാതിക്. നിന്റെ വചനങ്ങൾ ഇവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ പ്രവാചകൻ ഇവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കും. വയുസക്കീഹിം. ഇവരെ ആത്മസംസ്കരണം നടത്തുകയും ചെയ്യും. ഇവരുടെ ഹൃദയങ്ങളിലും ആത്മാവുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മലീനസമായ എല്ലാ ആത്മീയ രോഗങ്ങളെയും സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു പ്രവാചകൻ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ നീ പ്രതാപിയും യുക്തിമാനുമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിനും സമർപ്പണത്തിനും ശേഷം ചെയ്യുന്ന ദുആയാണ്. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് സ്വീകരിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങളെ ആത്മസംസ്കരണം നടത്തുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂജാതരാകുകയാണ്. തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാര് നബിതങ്ങളുടെ അടുക്കൽ ഒരുമിച്ച് കൂടി. അന്നനഫറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു യാ റസൂലല്ലാഹ് അഖ്ബിർനാ അൻ സിഫത്തി നഫ്സി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അന ദഅവതു അബി ഇബ്രാഹിം. ഞാൻ എന്റെ പൂർവികനായ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേദഗ്രന്ഥം ഓതി കൊടുക്കുന്ന, വേദഗ്രന്ഥം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, തത്വജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന് ദുആയിരുന്നു. ആ ദുആയാണ് ഞാൻ അല്ലാഹു അങ്ങനെ തന്നെ സ്വീകരിച്ചു.
ഈസ എന്ന് പറയുന്ന പ്രവാചകൻ അറിയിച്ച സുവിശേഷമാണ്, സന്തോഷ വാർത്തയാണ് ഞാൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശേഷം വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്റെ അനുയായികളാകുന്ന ബനൂ ഇസ്രായേലിയർക്ക് ഉദ്ബോധനം നടത്തുകയുണ്ടായി. إذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. وإذ قال عيسى بن മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, യാ ബനീ ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനാക്കപ്പെട്ട പ്രവാചകനാകുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പുള്ള വേദഗ്രന്ഥമാകുന്ന തൗറാത്തിനെ വാസ്തവീകരിക്കുന്ന പ്രവാചകൻ. ومبشرا برسول يأتي من بعدي, എനിക്ക് ശേഷം വരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകൻ. ഇസ്മുഹു മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഉബ്ശറാ ഈസ, ഞാൻ ഈസ എന്ന് പറയുന്ന എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകൻ അറിയിച്ച സുവിശേഷമാണ്, സന്തോഷ വാർത്തയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിനും സമർപ്പണത്തിനും ശേഷം ചെയ്ത ദുആയെ അല്ലാഹു വളരെ കൃത്യമായി സ്വീകരിക്കുകയുണ്ടായി. ഒന്നാമതായി അല്ലാഹു ഈ പ്രദേശത്തിന് നീ നിർഭയതയുടെ കേന്ദ്രമാക്കണമേ എന്ന് ദുആയിരുന്നു, അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു ഈ പ്രദേശത്ത് വരുന്നവർക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം നൽകണമേ. ലോകത്തെ എവിടെയുള്ള ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളെയും അല്ലാഹു മക്കയിൽ ഒരുമിച്ച് കൂട്ടി. മൂന്നാമതായി കഅബയെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം പുനർനിർമ്മിച്ചതിന് ശേഷം സ്വീകരിക്കണമേ എന്ന് ദുആയിരുന്നു. പടച്ചവൻ വളരെ കൃത്യമായി അത് സ്വീകരിച്ചു. നാലാമതായി അല്ലാഹുവേ, എന്നെ നീ അനുസരണയുള്ള ദാസന്മാരിൽ പെടുത്തണമേ. എന്റെ തലമുറകളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന, നിന്നെ കീഴ്വണക്കുന്ന തലമുറയെ നീ ഉണ്ടാക്കണമേ എന്ന് ദുആയിരുന്നു. അല്ലാഹു അതും സ്വീകരിച്ചു. അഞ്ചാമതായി അല്ലാഹുവേ, ഹജ്ജിന്റെ അമലുകൾ എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ അമലുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തലമുറകൾക്കും അവരിൽ നിന്ന് വന്ന പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും വളരെ കൃത്യമായി ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു. ആറാമതായി വത്തുബു അലൈനാ, എന്റെ തൗബയെ നീ സ്വീകരിക്കണമേ എന്ന് ദുആയിരുന്നു. അല്ലാഹു അതും സ്വീകരിച്ചു. ഏഴാമതായി അല്ലാഹു ഇവരിൽ നിന്ന് വേദഗ്രന്ഥം പാരായണം ചെയ്തു കൊടുക്കുന്ന, വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന, തത്വജ്ഞാനത്തിന്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന് ദുആയിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചയച്ച് ആ ദുആയെ അല്ലാഹു സ്വീകരിച്ചു. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി ബാബിലോണിൽ നിന്ന് ശാമിലേക്ക്, ശാമിൽ നിന്ന് മക്കയിലേക്ക്, അവിടെ നിന്ന് മദീനയിലേക്ക്, ഇങ്ങനെ പല പ്രദേശങ്ങളിലേക്കും പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ ത്യാഗവും പരിശ്രമവും സമർപ്പണവും ചെയ്യാൻ തയ്യാറായപ്പോ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അംഗീകാരം കൊടുത്തു. അദ്ദേഹം ചെയ്ത ദുആയും അല്ലാഹു സ്വീകരിക്കുകയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇത്രയും അത്യുന്നതനായ
മാതൃകാ പുരുഷനായ ഇബ്രാഹീമിനെ നിങ്ങൾ പഠിക്കുകയും അദ്ദേഹം തൗഹീദിന്റെ പ്രതീകമായിരുന്നു, ഇബാദത്തിന്റെ പ്രതീകമായിരുന്നു, അജ്ഞ സൽക്കാരത്തിന്റെ പ്രതീകമായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ എല്ലാം അടിയറവയ്ക്കാനും സന്നദ്ധനായിരുന്നു. ത്യാഗത്തിന്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂല സാഹചര്യത്തിന്റെയും ഇടയിൽ അല്ലാഹുവിന്റെ ഏകത്വവും അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചയാളാണ് ഇബ്രാഹീം. ومن يرغب عن ملة إبراهيم إلا من سفي نفسه. സ്വന്തം ആത്മാവിനെ വിട്ടിയാക്കിയവരല്ലാതെ ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കില്ല. ഭൗതികതയുടെ അതിപ്രസരം പടപടാ തിളങ്ങുന്ന വേളയിൽ നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നു എങ്കിൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മറക്കുന്നു എങ്കിൽ, യഥാർത്ഥത്തിൽ ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വയേഷ്ട പ്രകാരം ജീവിക്കുന്നവരാണ്. സ്വന്തം നാം വിട്ടികളായി പോയി. അവരും അറിയാം. فلقد استفيناه في الدنيا. നാം ഇബ്രാഹീമിനെ ദുനിയാവിൽ തെരഞ്ഞെടുത്തു, സെലക്ട് ചെയ്തു. وإنه في الآخرة لمن الصالحين. ആഖിറത്തിൽ അദ്ദേഹം സാലിഹീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. വിഗ്രഹീതമായ ഈദുൽ അദ്ഹാന്റെ സന്ദേശം യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ചരിത്ര സംഭവങ്ങളും ചരിത്രങ്ങളും അയവർക്കുന്നതിനു വേണ്ടിയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ അനുഗ്രഹീതമായ പരിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇന്നിപ്പോൾ അറഫയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പെടുത്തവരുണ്ടാവും. നാളെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ. നമ്മളെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിവിന്റെ പരമാവധി ആൾക്കാർ ഉളഹിയ്യത്ത് എന്ന കർമ്മവുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈദുൽ അദ്ഹാന്റെ പ്രത്യേകതയാണ് അറഫയുടെ സുബഹി മുതൽ തന്നെ തക്ബീർ തുടങ്ങും. അയ്യാമു തശ്രീഖ്, ദുൽഹജ്ജ് 11, 12, 13 അസർ വരെ ഈ തക്ബീർ നീളും. നമ്മൾ ഓരോരുത്തരും 5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതി കഴിയുമ്പോഴും ദിക്ർ ചെയ്ത് കഴിയുമ്പോഴും കമ്പോളങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ബലിമൃഗങ്ങളെ കാണുമ്പോഴും ഒക്കെ തക്ബീർ വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. ദുൽഹജ്ജ് 1 മുതൽ തന്നെ നമുക്ക് തക്ബീറുകൾ ചെയ്യാം, കുഴപ്പമില്ല. നാം സാധാരണയായി നമ്മുടെ ഈദിന്റെ തക്ബീർ എന്നറിയപ്പെടുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ദുൽഹജ്ജ് 9 മുതലാണ് തുടങ്ങുന്നത്. ഇന്നിപ്പോ ദുൽഹജ്ജ് 9 നമ്മളെ സംബന്ധിച്ചിടത്തോളം. സുബഹി കഴിഞ്ഞിട്ട് തുടങ്ങി ബാക്കി എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ തക്ബീർ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. തക്ബീർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നിന്ന് പള്ളികളിലേക്ക് വേണ്ടുന്നത്. ഈദുൽ അദ്ഹാന്റെ പ്രത്യേകത, ഈദുൽ അദ്ഹാന്റെ നമസ്കാരം കഴിഞ്ഞ് ഉളഹിയ്യത്തിന്റെ മൃഗങ്ങളെ അറക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉരവിട്ടുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്നത്. ഉളഹിയ്യത്തിന്റെ മൃഗം അറക്കുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ത്രധ്വനി കൊണ്ടാണ് ഉളഹിയ്യത്തിന്റെ മൃഗങ്ങളെയും അറക്കേണ്ടത്. ഈദുൽ അദ്ഹാന് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരലാണ് സുന്നത്തായിരിക്കുന്നത്. പെരുന്നാൾ നമസ്കരിച്ചു കഴിഞ്ഞ് ഉളഹിയ്യത്തിന്റെ മാംസം അറുക്കും. ആ മാംസം പാചകം ചെയ്ത് ഭക്ഷിക്കലാണ് അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി കഴിയാത്തവർ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി എന്തെങ്കിലും ചെറിയ നിലയിൽ ഭക്ഷണം കഴിച്ചിട്ടും ഉളഹിയ്യത്തുമായി ബന്ധപ്പെടുക. ഇൻഷാല്ലാഹ് പള്ളിയിൽ ഈദുൽ അദ്ഹാന്റെ നമസ്കാരം 7:15 തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യം 7:15 തന്നെ ഇൻഷാല്ലാഹ് ഈദുൽ അദ്ഹാന്റെ നമസ്കാരം നടക്കും. കാരണം ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കുറച്ച് നേരത്തെയാണ്. പിന്നെ അതിന് പിന്നിക്കഴിഞ്ഞാൽ ഉളഹിയ്യ മറ്റു കർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ളത് കൊണ്ട് സമയം നീണ്ടുപോകും.
അതുകൊണ്ട് 7:15 മുമ്പ് തന്നെ എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരുക. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അമലുകൾ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.